കാലം തെറ്റിപ്പിറന്നവരെന്ന വിശേഷണമുള്ള മനുഷ്യർ ചരിത്രത്തിൽ അനേകമുണ്ട്. പലപ്പോഴും അവർ ജീവിച്ചിരുന്ന കാലഘട്ടം അവർക്ക് ചേർന്നതായിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ അക്കാലത്തെ സമൂഹവും മനുഷ്യരും അവരെ അർഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി. ഇത് അത്തരത്തിലൊരു സ്ത്രീയുടെ കഥയാണ്. മതങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറാവാത്തതിൻ്റെ പേരിൽ മന്ത്രവാദിനി എന്ന് മുദ്രകുത്തി വിചാരണ ചെയ്യപ്പെട്ട ഹൈപ്പേഷ്യ എന്ന സ്ത്രീയുടെ കഥ. 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന തത്വചിന്തകയും പണ്ഡിതയുമായ ഹൈപ്പേഷ്യയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2009 പുറത്തുവന്ന സിനിമയാണ് അഗോര. AD 390-കളിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന അലക്സാണ്ട്രിയ നഗരത്തിലാണ് ഈ കഥ നടക്കുന്നത്. BC 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ചക്രവർത്തി നിർമ്മിച്ച ഈ നഗരത്തെ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക തലസ്ഥാനമാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാ അറിവുകളുടെയും ഒരു സംഗമഭൂമി. പിന്നീട് അലക്സാണ്ടറുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഈജിപ്തിൻ്റെ ഭരണമേറ്റെടുത്ത ടോളമി ആ ആഗ്രഹം പൂർണ്ണതയിലെത്തിച്ചു. അദ്ദേഹം അലക്സാണ്ട്രിയയിൽ ഒരു വലിയ ഗ്രന്ഥശാല പണികഴിപ്പിച്ചു. സർവ്വവിജ്ഞാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ബൃഹത് നിർമ്മിതിയുടെ പേരാണ് അലക്സാണ്ട്രീന ബിബ്ലിയോടെക്ക, അഥവാ ദി ഗ്രേറ്റ് ലൈബ്രറി ഓഫ് അലക്സാണ്ട്രിയ. ഒരു പരിധിവരെ ലോകത്തന്നുണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെയും ഒരു പകർപ്പ് ആ ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അലക്സാണ്ട്രിയയിലേക്ക് അക്കാലത്ത് കടൽ മാർഗവും കരമാർഗവും എത്തുന്ന സഞ്ചാരികളിൽ അവർ തിരഞ്ഞത് പുസ്തകങ്ങൾ മാത്രമാണ്. ആ പുസ്തകങ്ങൾ പലപ്പോഴും ബലം പ്രയോഗിച്ചും മറ്റും പിടിച്ചു വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് തയ്യാറാക്കി അവരത് ആ ഗ്രന്ഥശാലയിൽ സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ അലക്സാണ്ടറുടെയും ടോളമിയുടെയും കാലം കഴിഞ്ഞ് ഇപ്പോൾ 8 ശതാബ്ദത്തോളം കടന്നുപോയി AD 4-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോഴും ആ നിർമ്മിതി ആ നഗരത്തിൻ്റെ കേന്ദ്രമായി ഇപ്പോഴും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പകർത്തി എഴുതപ്പെട്ട യഥാർത്ഥ പുസ്തകങ്ങൾ നശിച്ചു പോയിട്ടും അതിൻ്റെ പകർപ്പ് ആ ഗ്രന്ഥശാലയിൽ സുരക്ഷിതമായിരുന്നു. പുസ്തകങ്ങൾ ശേഖരിക്കുന്ന വെറുമൊരു ഗ്രന്ഥശാല മാത്രമായിരുന്നില്ല അത്. അവിടെ കലാ, സാഹിത്യം, ശാസ്ത്രം തുടങ്ങി സകല മേഖലകളെക്കുറിച്ചും പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിരുന്നു. അതോടൊപ്പം ആ ഗ്രന്ഥശാലയുടെ നടത്തിപ്പ് ചുമതലയുള്ള പേഗൻ മതക്കാരുടെ ആരാധനാ കേന്ദ്രം കൂടിയായിരുന്നു അവിടം. ബിബ്ലിയോടെക്കയിലെ ഭരണാധികാരികളിൽ ഒരാളും പണ്ഡിതനും പേഗൻ മതവിശ്വാസിയുമായിരുന്ന തിയോണിൻ്റെ മകളായിരുന്നു ഹൈപ്പേഷ്യ. എങ്കിലും ആ വിലാസത്തിലായിരുന്നില്ല അവരറിയപ്പെട്ടിരുന്നത്. ചെറുപ്പം മുതലേ അച്ഛൻ്റെ പാത പിന്തുടർന്ന ഹൈപ്പേഷ്യ ഇന്നൊരു ഗണിതശാസ്ത്രജ്ഞയാണ്, ഒരു ജ്യോതിശാസ്ത്രജ്ഞയാണ്, ഒരു തത്വചിന്തകയാണ്. അതോടൊപ്പം ബിബ്ലിയോടെക്കയിലെ ഒരു അധ്യാപക കൂടിയാണ് അവർ. അക്കാലത്ത് സമ്പന്നർക്ക് സ്വന്തമായ അടിമകൾ ഉണ്ടാവുക എന്നത് സർവ്വസാധാരണമായിരുന്നു. ഹൈപ്പേഷ്യയ്ക്കുമുണ്ടായിരുന്നു 2 അടിമകൾ. അവരിൽ ഒരുവനാണ് ദേവസ്. ബിബ്ലിയോടെക്കയിൽ പഠിപ്പിക്കുമ്പോൾ ഹൈപ്പേഷ്യ സഹായത്തിനായി കൂടെ കൂട്ടിയിരുന്നത് ദേവസിനെയാണ്. കാരണം താൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ശിഷ്യരെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നത് ദേവസാണ് എന്ന് ഹൈപ്പേഷ്യയ്ക്ക് അറിയാമായിരുന്നു. അലക്സാണ്ട്രിയ നഗരത്തിൽ പേഗനുകളെ കൂടാതെ യഹൂദരും ക്രൈസ്തവരും അധിവസിച്ചിരുന്നു. ഈ മതങ്ങളിൽപ്പെട്ടവർ തമ്മിൽ പരസ്പരമുള്ള വാക്പോരുകളും ചർച്ചകളും ആ നഗരത്തിലെ അഗോരയിൽ സാധാരണ കാഴ്ചയായിരുന്നു. ഇത്തരം ചർച്ചകൾക്ക് വേണ്ടിയുള്ള പൊതു ഇടങ്ങളെയാണ് അഗോരകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ആ അഗോരയിൽ പേഗനുകളും ക്രൈസ്തവരും തമ്മിലൊരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ക്രൈസ്തവരുടെ നേതാവായ അമോണിയസ് പേഗൻ ദൈവങ്ങളെ പരിഹസിച്ചു. പേഗൻ ദൈവങ്ങൾ സാധാരണ മനുഷ്യരും പക്ഷികളും സർപ്പങ്ങളുമാണ് എന്നാണ് അയാൾ പറഞ്ഞത്. ഇത് കേട്ട് പേഗന്മാരുടെ നേതാവും വിട്ടുകൊടുത്തില്ല. നിങ്ങൾ ക്രൈസ്തവരിൽ ഈ നഗരത്തിൽ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ കാരുണ്യത്താലാണ്. നിങ്ങളുടെ പൂർവികരെ ഞങ്ങൾ കശാപ്പ് ചെയ്യുകയും സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ ആ തർക്കം മൂർച്ഛിച്ചപ്പോൾ ആരുടെ ദൈവത്തിനാണ് ശക്തിയെന്ന് കാണാമെന്ന് പറഞ്ഞ് അമോണിയസ് അവിടെ ഉണ്ടായിരുന്ന തീക്കുണ്ടത്തിന് മുകളിലൂടെ കയറി നടന്നു. തുകൽ ചെരുപ്പുകൾ ധരിച്ചിരുന്നത് കൊണ്ട് തന്നെ പൊള്ളലേൽക്കാതെ അയാൾ അപ്പുറത്ത് കടക്കുകയും ചെയ്തു. കണ്ടോ, എൻ്റെ ദൈവം എന്നെ പൊള്ളലുകളേൽക്കാതെ ഇപ്പുറം എത്തിച്ചു. അപ്പോൾ ഇനി നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി കാണട്ടെ എന്ന് പറഞ്ഞ് അക്കൂട്ടത്തിലുണ്ടായിരുന്ന 2 യുവാക്കൾ പേഗനുകളുടെ നേതാവിനെ ബലമായി പിടിച്ച് ആ തീക്കുണ്ടത്തിലേക്ക് തള്ളിയിട്ടു. ആ തീയിലേക്ക് വീണുപോയ അയാളുടെ വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചു. ശരീരമാകെ പൊള്ളലേറ്റു. ക്രൈസ്തവരുടെ ഈ ധിക്കാരം കണ്ട് ദേഷ്യം പൂണ്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ തിയോണിന് തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കുരിശ് കളഞ്ഞു കിട്ടി. അയാൾ ആ കുരിശ് ആരുടേതാണ് എന്ന് തൻ്റെ വീട്ടിലെ അടിമകളോട് അന്വേഷിച്ചു. അയാളെ ഭയന്നത് ആരും സമ്മതിക്കാതെ വന്നപ്പോൾ അയാൾ ആ കുരിശ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് അക്കൂട്ടത്തിലുണ്ടായിരുന്നൊരു പെൺകുട്ടി അത് ഓടിച്ചെന്നെടുത്ത് അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തിയോൺ അവളെ ശിക്ഷിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ
ദേവസ് മുന്നോട്ട് വന്നു. അവളോട് കരുണ കാണിക്കണമെന്നും താനൊരു ക്രൈസ്തവനാണ്, തന്നെ ശിക്ഷിച്ചു കൊള്ളാനുമാണ് ദേവസ് പറഞ്ഞത്. എന്നാൽ ദേവസ് ഒരു ക്രൈസ്തവനല്ല എന്നറിയാവുന്ന ഹൈപേഷ്യ അവനെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടും തിയോൺ അവന് ചാട്ടയടികൾ നൽകി. അങ്ങനെ അന്ന് രാത്രി ഹൈപേഷ്യ ദേവസിൻ്റെ അടുത്തേക്കെത്തി. തൻ്റെ അടിമയായിരുന്നിട്ട് കൂടിയും ഹൈപേഷ്യ അവൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കൊടുത്തു. അതിനുശേഷം ഇനി ഇങ്ങനെയുള്ള സാഹസങ്ങൾ കാണിക്കരുത് എന്ന് പറഞ്ഞ് ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഹൈപേഷ്യ അത് കണ്ടത്. അവിടെ ദേവസ് ഉണ്ടാക്കിയ ഒരു സൗരയൂഥത്തിൻ്റെ മാതൃക ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും അതിനെ സൗരയൂഥം എന്ന് പറയാൻ കഴിയില്ല. ടോളമിയുടെ സിദ്ധാന്തപ്രകാരം ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നാണ് അക്കാലത്ത് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാതൃകയുടെയും കേന്ദ്രം ഭൂമി തന്നെയായിരുന്നു. എന്തു തന്നെയായാലും ആ മാതൃക പിറ്റേന്ന് ഹൈപേഷ്യ തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നിലെത്തിച്ചു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങളെക്കുറിച്ച് തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർ ദേവസിനോട് ആവശ്യപ്പെട്ടു. ദേവസ് തൻ്റെ മാതൃക വിശദീകരിച്ചപ്പോൾ എൻ്റെ ശിഷ്യരെക്കാൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കുന്നത് ദേവസാണ് എന്ന് ഹൈപേഷ്യ അവരോട് പറഞ്ഞു. ഹൈപേഷ്യ ദേവസിനെ അഭിനന്ദിച്ചത് കണ്ടിട്ടാവണം ഒറസ്റ്റസ് എന്ന വിദ്യാർത്ഥി ടോളമിയുടെ സിദ്ധാന്തത്തെ എതിർത്തു. അതിലൊരുപാട് അപാകതകളുണ്ട് എന്ന് അവൻ വാദിച്ചു. എന്നാൽ അവൻ്റെ സഹപാഠിയായ സൈനീഷ്യസ് അത് മറ്റൊരു രീതിയിലാണ് മനസ്സിലാക്കിയത്. ദൈവത്തിൻ്റെ സൃഷ്ടികളെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്ത് അധികാരമെന്നാണ് അവൻ ഒറസ്റ്റസിനോട് ചോദിച്ചത്. തങ്ങളുടെ ദൈവം സൃഷ്ടിച്ച സൂര്യൻ്റെയും ഭൂമിയുടെയും ചലനങ്ങളിൽ തെറ്റുണ്ട് എന്ന് വാദിക്കുന്ന ഒറസ്റ്റസ് തങ്ങളുടെ ദൈവത്തെ നിന്ദിക്കുകയാണെന്നാണ് സൈനീഷ്യസ് പറയുന്നത്. നിങ്ങൾ ക്രൈസ്തവർക്ക് ഏതെങ്കിലും മരുഭൂമിയിൽ പോയി താമസിച്ചുകൂടെ? അവിടെ നിങ്ങളുടെ ദൈവത്തെ നിന്ദിക്കാൻ ആരും വരില്ലല്ലോ എന്നാണ് ഒറസ്റ്റസ് അവനോട് തിരിച്ചു ചോദിച്ചത്. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചപ്പോൾ ഹൈപേഷ്യ അതിലിടപെട്ടു. നിങ്ങൾ പേഗനായിരിക്കാം, നിങ്ങൾ ക്രൈസ്തവനോ യഹൂദനോ ആയിരിക്കാം, നിങ്ങളുടെ മതങ്ങൾ തമ്മിൽ തെരുവിൽ തർക്കങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ നിങ്ങൾ സഹോദരങ്ങളാണ്, എൻ്റെ വിദ്യാർത്ഥികളാണ്. ഈ വിധം അവരെ ശകാരിച്ച ശേഷം ഹൈപേഷ്യ തൻ്റെ അധ്യാപനം തുടർന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ഡേവസ് തെരുവിലേക്ക് ഇറങ്ങുമ്പോഴാണ് അമോണിയസ് അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് അവൻ കേട്ടത്. കുറച്ചു നേരം അത് കേട്ടു നിന്ന ശേഷം നിങ്ങളാണോ കഴിഞ്ഞ ദിവസം തീയുടെ മുകളിലൂടെ നടന്ന അത്ഭുതം പ്രവർത്തിച്ചത് എന്ന് അവൻ അമോണിയസിനോട് ചോദിച്ചു. അപ്പോൾ അയാൾ അവൻ അരികിലേക്ക് വന്ന് നിനക്ക് ശരിക്കും അത്ഭുതം കാണണമോ എന്ന് അവനോട് ചോദിച്ചു. അതിനുശേഷം അയാൾ അവനെ അവരുടെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാണുന്ന ആളാണ് ഞങ്ങളുടെ ബിഷപ്പ്. അദ്ദേഹം വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കുറച്ചു നേരം അത് കേട്ട് നിന്നുകൊള്ളാൻ അയാൾ ദേവസിനോട് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ദേവസ് ആ ദേവാലയത്തിലെ മറ്റൊരു മുറിയിലേക്കെത്തി. അവിടെ അവർ രോഗികളെ പരിചരിക്കുന്നുണ്ടായിരുന്നു. വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നുണ്ടായിരുന്നു. നിന്റെ പക്കലുള്ള ഭക്ഷണവും അവർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് അമോണിയസ് ദേവസിൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന റൊട്ടി പുറത്തേക്കെടുത്തു. അത് കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ അതിൻ്റെ പണം കൂടി താൻ പണിയെടുത്ത് വീട്ടേണ്ടി വരുമെന്ന് ഡേവസ് പറഞ്ഞപ്പോൾ അമോണിയസ് അവിടെ ഉണ്ടായിരുന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. കണ്ടോ, ഈ ഭക്ഷണം നിന്നേക്കാൾ ആവശ്യം ഇവർക്കാണ്. അങ്ങനെ ഡേവസ് ആ റൊട്ടി അവിടെ ഉണ്ടായിരുന്ന ആ വൃദ്ധന് കൊടുത്തു. അയാളത് വാങ്ങി ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ ദേവസിനൊരു സന്തോഷം തോന്നി. അവൻ തൻ്റെ പക്കലുണ്ടായിരുന്ന ബാക്കി റൊട്ടിയും അവിടെ ഉണ്ടായിരുന്നവർക്ക് വിതരണം ചെയ്തു. അത് വാങ്ങി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവരാ ഭക്ഷണം കഴിച്ചു. കണ്ടോ, ഇതാണ് അത്ഭുതം. നീയും അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവദാസനാവൂ എന്നാണ് അമോണിയസ് അവനോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെയാണ് ഹൈപേഷ്യ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് ബിബ്ലിയോട്ടക്കയിലെ കലാമേള നടക്കുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ ഒലോസുമായി ഒറസ്റ്റസ് വേദിയിലേക്ക് കയറുന്നത്. താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രണയിനിക്ക് തൻ്റെ സംഗീതം സമ്മാനിക്കുന്നുവെന്ന് പറഞ്ഞ് അയാൾ ആ ഉപകരണം കൊണ്ട് ഒരു ഗാനം ആലപിച്ചു. അതിനുശേഷം അയാൾ പതിയെ നടന്ന് സദസ്സിലിരിക്കുന്ന ഹൈപേഷ്യയ്ക്കടുത്തേക്കെത്തി ആ ഒലോസ് അവൾക്ക് സമ്മാനിച്ചു. ഹൈപേഷ്യ മനസ്സില്ലാ മനസ്സോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അന്ന് രാത്രി തിയോണും സുഹൃത്തുക്കളും അയാളുടെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒറസ്റ്റസ് പ്രണയാഭ്യർത്ഥന നടത്തിയതുകൊണ്ട് തന്നെ ഹൈപേഷ്യ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തുകൂടെ എന്നാണ് സുഹൃത്തുക്കളിൽ ഒരാൾ തിയോണിനോട് ചോദിച്ചത്. പക്ഷേ അതിന് തനിക്ക് സമ്മതമാണെങ്കിൽ കൂടിയും ഹൈപേഷ്യ അതിന് സമ്മതിക്കില്ല എന്ന് തിയോണിന് അറിയാമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല തത്വചിന്തകയാണവൾ, ബുദ്ധിമതി. അവൾ ഇതുവരെ നേടിയ പാണ്ഡിത്യവും അവളുടെ സ്വാതന്ത്ര്യവും അടിയറവ് വെച്ച് ഒരു ഭർത്താവിന് കീഴിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്ന സ്ഥിതി വന്നാൽ അവൾ മരണം വരിക്കും. കാരണം അവൾ എൻ്റെ മകളാണ്. പുറത്ത് ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ ഹൈപേഷ്യ തൻ്റെ മുറിയിൽ ഒറസ്റ്റസ് സമ്മാനിച്ച ഒലോസും കയ്യിൽ പിടിച്ച് ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു.
ഒറസ്റ്റസിന് എന്ത് മറുപടി നൽകണമെന്നല്ല അവൾ ചിന്തിച്ചത്, എങ്ങനെ മറുപടി നൽകണമെന്നാണ്. ഇതേസമയം ആ വീടിൻ്റെ മട്ടുപ്പാവിൽ ദേവസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നേരം നീണ്ട ആ പ്രാർത്ഥനയിൽ ഒരു കാര്യം മാത്രമാണ് അവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത്: അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കരുത് എന്ന്. തുറന്നു പറയാൻ അവകാശമില്ലായിരുന്നുവെങ്കിലും ഡേവസിൻ്റെ മനസ്സിലും ഹൈപേഷ്യയോട് പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഡേവസ് ഹൈപേഷ്യയ്ക്കൊപ്പം ബിബ്ലിയോടെക്കയിലേക്കെത്തി. അപ്പോൾ അവരൊരു വെളുത്ത തുണി കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത് ഡേവസ് കണ്ടിരുന്നു. തൻ്റെ ശിഷ്യരെല്ലാം ആ മുറിയിലേക്ക് എത്തിയപ്പോൾ ഹൈപേഷ്യ ഒറസ്റ്റസിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ തുണി അവന് സമ്മാനിച്ചു. ആ തുണിയിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. തന്നിലെ പണ്ഡിതയെയും അധ്യാപികയും മാനിക്കാതെ തന്നിൽ കാമം മാത്രം കണ്ട തൻ്റെ പ്രിയ വിദ്യാർത്ഥിയോട് തൻ്റെ ആർത്തവ രക്തം കൊണ്ട് തൃപ്തിപ്പെടുകയേ മാർഗമുള്ളൂ എന്നതായിരുന്നു ഹൈപേഷ്യയുടെ മറുപടി. സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും മുന്നിൽ വെച്ച് അപമാനിതനായ ഒറസ്റ്റസ് ആ തുണി വലിച്ചെറിഞ്ഞ് ആ മുറി വിട്ട് പുറത്തേക്ക് പോയി. അപ്പോഴാണ് ഒളിമ്പിയസ് എല്ലാവരെയും അദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ ആ മുറിയിലേക്ക് കടന്നു വരുന്നത്. പേഗൻ പുരോഹിതനായ ഒളിമ്പിയസ് പറഞ്ഞത് പ്രകാരം ഹൈപേഷ്യയും ശിഷ്യന്മാരും ബിബ്ലിയോടെക്കയിലെ ആരാധനാ കേന്ദ്രമായ സെറാപ്പിയത്തിനടുത്തേക്ക് ചെന്നു. അവിടെ ഒളിമ്പിയസ് ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രൈസ്തവരുടെ ധിക്കാരം അതിര് കടന്നിരിക്കുന്നു. അവർ നമ്മുടെ ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാളുകൾ അവർക്ക് മറുപടി നൽകണമെന്നാണ് ഹൈപേഷ്യയും ശിഷ്യന്മാരും ഉൾപ്പെടെ അവിടെ കൂടി നിന്നവരോട് ഒളിമ്പിയസ് പറഞ്ഞത്. പക്ഷേ ഹൈപേഷ്യ അതിന് സമ്മതിച്ചില്ല. നമ്മുടെ ദൈവങ്ങളെ വാക്കുകൾ കൊണ്ട് അപമാനിച്ചതിൻ്റെ പേരിൽ നിങ്ങളവരെ കൊന്നൊടുക്കാൻ പോവുകയാണോ? ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട നിങ്ങൾ തന്നെ അവരോട് കൊന്നൊടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുവല്ലോ. ഞാനും എൻ്റെ കുട്ടികളും ഇതിൽ പങ്കാളികളാവില്ല എന്നാണ് ഹൈപേഷ്യ പറഞ്ഞത്. അപ്പോൾ ഒളിമ്പിയസ് തിയോണിനെ നേരെ തിരിഞ്ഞു. ഇവിടുത്തെ ഭരണാധികാരി എന്ന നിലയിൽ നിങ്ങൾക്കെന്താണ് പറയാനുള്ളത് എന്ന് അയാൾ തിയോണിനോട് ചോദിച്ചു. നമ്മുടെ ദൈവങ്ങളെ അപമാനിച്ചവർക്ക് നമ്മുടെ വാളുകൾ തന്നെ മറുപടി കൊടുക്കണമെന്നാണ് ഹൈപേഷ്യയുടെ മുഖത്ത് നോക്കാതെ തിയോൺ പറഞ്ഞത്. അങ്ങനെ ഒറസ്റ്റസ് ഉൾപ്പെടെയുള്ള പേഗന്മാർ വാളുകളുമേന്തി അഗോറയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ക്രൈസ്തവർക്കടുത്തേക്ക് പുറപ്പെട്ടു. അവിടെ സമാധാനപരമായി സമ്മേളിച്ചിരുന്ന ക്രൈസ്തവരെ പേഗനുകൾ അപ്രതീക്ഷിതമായി ആക്രമിച്ചു. പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ലാതിരുന്ന ക്രൈസ്തവർ 4 പാടും ചിതറിയോടി. പേഗനുകൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരെ എല്ലാം അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. അവരിൽ ചിലർ വെട്ടിയെടുത്ത ക്രൈസ്തവരുടെ തലകൾ തങ്ങളുടെ വാളുകളിൽ നാട്ടി നിർത്തി ആർത്തു വിളിച്ചു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഭയന്നോടിയ ക്രൈസ്തവർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി പേഗനുകളെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. അവരിൽ നിന്ന് അത്തരമൊരു ചെറുത്തുനിൽപ്പ് പേഗനുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പേഗനുകളെക്കാൾ അംഗബലം കൂടുതലുണ്ടായിരുന്ന ക്രൈസ്തവരുടെ പ്രത്യാക്രമണത്തിൽ പരാജയപ്പെട്ട് ശേഷിച്ച പേഗനുകൾ ബിബ്ലിയോടെക്കയിലേക്ക് ഓടിക്കയറി. അവർക്ക് പിന്നാലെ ക്രൈസ്തവരുടെ പട അവിടേക്ക് കടക്കും മുൻപ് അവർ ബിബ്ലിയോടെക്കയുടെ വലിയ കോട്ടവാതിലുകൾ കൊട്ടിയടച്ചു. അപ്പോഴും സൈനീഷ്യസ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ ഗ്രന്ഥശാലയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ തുറങ്കിലടയ്ക്കാൻ ഒളിമ്പിയസ് പറഞ്ഞപ്പോൾ ഹൈപേഷ്യ അതിനും സമ്മതിച്ചില്ല. എൻ്റെ കുട്ടികളെ തുറങ്കിലടയ്ക്കുന്നുവെങ്കിൽ എന്നെയും അവർക്കൊപ്പം അടയ്ക്കണമെന്നാണ് ഹൈപേഷ്യ പറഞ്ഞത്. ഒറസ്റ്റസും ഹൈപേഷ്യയെ പിന്തുണച്ചു. എൻ്റെ സഹോദരങ്ങളുടെ നേർക്ക് ആരെങ്കിലും ഒരു ചെറു വിരലുയർത്തിയാൽ ഞാനവരെ അരിഞ്ഞു വീഴ്ത്തുമെന്ന് ഒറസ്റ്റസ് ഒളിമ്പിയസിനോട് പറഞ്ഞു. അതിനുശേഷം അവരെ തുറങ്കിലടയ്ക്കാനുള്ള ധൈര്യം ഒളിമ്പിയസിനുണ്ടായില്ല. ഹൈപേഷ്യ ഒറസ്റ്റസിനോട് നന്ദി പറഞ്ഞുവെങ്കിലും അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല. ഈ സമയമായപ്പോഴേക്കും നഗരത്തിലെ ക്രൈസ്തവരെല്ലാം ബിബ്ലിയോടെക്ക വളഞ്ഞു കഴിഞ്ഞിരുന്നു. ആ നഗരത്തിൽ അത്രയും ക്രൈസ്തവരുണ്ടായിരുന്നുവെന്ന് അപ്പോഴാണ് ഒളിമ്പിയസ് തിരിച്ചറിയുന്നത്. അവർക്കെതിരെ ഇനി ആയുധമെടുക്കുന്നതിൽ കാര്യമില്ല എന്ന് ഒളിമ്പിയസിന് മനസ്സിലായി. പ്രശ്നപരിഹാരത്തിനായി ഇനി ചക്രവർത്തി ഇടപെട്ടേ മതിയാവൂ. എങ്കിൽ മാത്രമേ ബിബ്ലിയോടെക്കയിൽ കുടുങ്ങിയിരിക്കുന്ന പേഗനുകൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയൂ. അന്ന് രാത്രിയിൽ ആ ഗ്രന്ഥശാലയിൽ തന്നെ കഴിച്ചുകൂട്ടിയ തൻ്റെ ശിഷ്യന്മാർക്കടുത്തേക്കെത്തി കൂട്ടം തെറ്റിപ്പോവരുത് എന്ന് ഹൈപേഷ്യ അവരോട് പറഞ്ഞു. ഒറസ്റ്റസിനടുത്തേക്ക് ചെന്ന് സംസാരിക്കണമെന്ന് ഹൈപേഷ്യയ്ക്കുണ്ടായിരുന്നുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോഴാണ് സൈനീഷ്യസ് ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പിറ്റേന്ന് എല്ലാവരും ഉണർന്നു നോക്കുമ്പോൾ ആ ക്രൈസ്തവ വിദ്യാർത്ഥികളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയും 2 ദിവസത്തോളം കടന്നുപോയി. പേഗനുകൾക്ക് ഇപ്പോഴും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഭക്ഷണമുണ്ടായിരുന്നുവെങ്കിലും തിയോൺ ഉൾപ്പെടെ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കലാപത്തിനിടയിൽ അയാളുടെ തലയിലുണ്ടായ മുറിവ് പഴുത്തു വ്രണമായിരിക്കുന്നു. എത്രയും വേഗം അവർക്ക് പുറത്തു കടക്കേണ്ടതുണ്ട്. അങ്ങനെ അന്ന് രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണ് ഒറസ്റ്റസ് അക്കാര്യം പറയുന്നത്. നമ്മെ രക്ഷിക്കാൻ നമ്മുടെ ദൈവങ്ങൾ ആരും എത്തിയില്ലല്ലോ.
ക്രൈസ്തവർ പറയുന്നത് പോലെ നമ്മുടെ ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ലെങ്കിലോ? പിണക്കം മാറ്റാൻ എന്നോണം ഒറസ്റ്റസ് ആ ചോദ്യം ഹൈപ്പേഷ്യയോടും ചോദിച്ചു. പക്ഷെ അവൾ മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒറസ്റ്റസ് ചൂണ്ടിക്കാണിച്ച ടോളമിയുടെ സിദ്ധാന്തത്തിലെ ആ അപാകതയെക്കുറിച്ചാണ്. സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റുകയാണെങ്കിൽ ആ ഗ്രഹങ്ങളുടെ പാത ഇത്തരത്തിലല്ല കാണപ്പെടേണ്ടത്. ഹൈപ്പേഷ്യ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ നിന്നിരുന്നൊരു വൃദ്ധൻ അവർക്കതിന് മറുപടി കൊടുത്തത്. അയാൾ പറഞ്ഞത് അരിസ്റ്റാർക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തത്തെക്കുറിച്ചാണ്. നാം പഠിച്ചതുപോലെ ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. സൂര്യനും ഗ്രഹങ്ങളും ഭൂമിയെയല്ല ചുറ്റുന്നത്. ഭൂമി മറ്റ് ഗ്രഹങ്ങൾക്കൊപ്പം സൂര്യനെയാണ് ചുറ്റുന്നത്. അരിസ്റ്റാർക്കസിൻ്റെ ഈ സിദ്ധാന്തത്തെക്കുറിച്ച് പലർക്കും അറിവില്ലാതെ പോയത് മുൻപ് ബിബ്ലിയോടെക്കിൽ നടന്നൊരു തീപിടുത്തത്തിൽ ആ ഗ്രന്ഥങ്ങളെല്ലാം കത്തി നശിച്ചു പോയതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മഹത്തായ ഗ്രന്ഥശാലയെ നാം ഉള്ളം കയ്യിൽ സൂക്ഷിക്കേണ്ടത് എന്ന് ആ വൃദ്ധൻ ഹൈപ്പേഷ്യയോടും അവരുടെ ശിഷ്യന്മാരോടും പറഞ്ഞു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളെപ്പോലെ ഒരു ഗ്രഹം മാത്രമാണ് എന്ന് ഹൈപ്പേഷ്യ തിരിച്ചറിഞ്ഞു. അപ്പോഴും ദേവസിനൊരു സംശയമുണ്ടായിരുന്നു. ഹൈപ്പേഷ്യയുടെ അനുവാദത്തോടെ അവൻ തൻ്റെ സംശയം അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഭൂമിക്ക് ചലനമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വസ്തു താഴേക്കിടുമ്പോൾ അത് ദൂരേക്ക് മാറി വീഴുന്നതിന് പകരം നേരെ താഴേക്ക് വീഴുന്നത്? ഭൂമിക്ക് ചലനമുണ്ടെങ്കിൽ ഇവിടെയെല്ലാം എപ്പോഴും ശക്തിയായി കാറ്റ് വീശേണ്ടതല്ലേ? ഹൈപ്പേഷ്യ തെല്ലൊരു അഭിമാനത്തോടെ ദേവസിനടുത്തേക്കെത്തി അവനോട് പറഞ്ഞു, ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിപ്പോഴും അറിയില്ല. നമുക്കത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ പിറ്റേന്ന് പ്രശ്നപരിഹാരത്തിനായി ചക്രവർത്തിയുടെ ഉത്തരവുമായി ചക്രവർത്തിയുടെ പ്രീഫെക്റ്റ് അവിടേക്കെത്തി. ക്രൈസ്തവർ പേഗനുകളെ ബിബ്ലിയോടെക്കയ്ക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കണമെന്നായിരുന്നു ആ ഉത്തരവിലുണ്ടായിരുന്നത്. അതോടൊപ്പം പേഗനുകൾ തീരെ പ്രതീക്ഷിക്കാത്തതൊന്നുകൂടി ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഗനുകളെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നതിന് പകരമായി ക്രൈസ്തവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അധികാരം ചക്രവർത്തി വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് അന്നുവരെ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കല്ലാതെ മറ്റ് ക്രൈസ്തവർക്ക് പേഗനുകളുടെ ആരാധനാ കേന്ദ്രം കൂടിയായ ബിബ്ലിയോടെക്കയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ക്രൈസ്തവർ ആ ഗ്രന്ഥശാലയിലേക്ക് പ്രവേശിച്ചാൽ നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ടു പോകുന്ന അമൂല്യ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ എല്ലാം അവർ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ തിയോൺ എത്രയും വേഗം പറ്റുന്നത്രയും ഗ്രന്ഥങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്ന് ഹൈപ്പേഷ്യയോട് പറഞ്ഞു. അങ്ങനെ ചക്രവർത്തിയുടെ പട്ടാളം പിൻവലിയും മുൻപ് പേഗനുകൾ ഗ്രന്ഥശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ തിരഞ്ഞു പിടിച്ച് അതവിടെ നിന്ന് മാറ്റാൻ തുടങ്ങി. ക്രൈസ്തവർ ശക്തിയിലിടിച്ച് ഗ്രന്ഥശാലയുടെ കൂറ്റൻ വാതിലുകൾ തുറക്കാൻ തുടങ്ങുമ്പോൾ ഒളിമ്പിയസും സംഘവും അവിടെ നിന്ന് മറ്റൊരു വഴി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപ്പോഴും അവിടെ ഗ്രന്ഥങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്ന ഹൈപ്പേഷ്യയ്ക്കടുത്തേക്ക് ദേവസെത്തി അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവളോട് പറഞ്ഞപ്പോൾ ഹൈപ്പേഷ്യ അവനോട് ദേഷ്യപ്പെട്ടു. ഇതെല്ലാം എവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടണോ? നീ ഇത്രയും നേരം എവിടെയായിരുന്നു വിഡ്ഢി എന്നാണ് അവൾ ദേവസിനോട് ചോദിച്ചത്. അങ്ങനെ ഒടുവിൽ ആ കോട്ടവാതിലുകൾ ക്രൈസ്തവർക്ക് മുന്നിൽ തുറക്കപ്പെടുക തന്നെ ചെയ്തു. കയ്യിൽ കിട്ടിയ ഗ്രന്ഥങ്ങളുമായി പേഗനുകൾക്കൊപ്പം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് ദേവസ് അവിടെ ഇരുന്ന മഴു കാണുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ അവിടെ ഉപേക്ഷിച്ച് അവൻ ആ മഴു കയ്യിലെടുത്തു. ദേവസ്, നീ എവിടെ പോവുകയാണ്, മടങ്ങി വരൂ എന്ന് ഹൈപ്പേഷ്യ പറഞ്ഞിട്ടും ഇത്തവണ അവൻ അവരെ അനുസരിച്ചില്ല. ഒറസ്റ്റസ് ഹൈപ്പേഷ്യ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോൾ ദേവസ് ആ മഴയുമായി ബിബ്ലിയോടെക്കയിലേക്ക് ഇരമ്പി കയറി വരുന്ന ക്രൈസ്തവർക്കൊപ്പം കൂടി. ക്രൈസ്തവർ അവിടെ ഉണ്ടായിരുന്ന പേഗൻ ദൈവങ്ങളുടെ പ്രതിമകൾക്കൊപ്പം അവിടെ ശേഷിച്ചിരുന്ന ആയിരക്കണക്കിന് അമൂല്യമായ ഗ്രന്ഥങ്ങളെല്ലാം നശിപ്പിച്ചു. എല്ലാം തകർത്ത ശേഷം ക്രൈസ്തവർ ഹല്ലേലൂയ എന്ന് ആർത്തു വിളിക്കുമ്പോൾ താൻ എന്താണ് അവർക്കിടയിൽ ചെയ്യുന്നത് എന്നാണ് ഡേവസ് ചിന്തിച്ചത്. ആ ഗ്രന്ഥശാല തകർക്കാൻ താൻ കൂട്ടുനിൽക്കുമെന്ന് അവൻ ഒരിക്കൽ പോലും കരുതിയിരുന്നതല്ല. എന്നിട്ടും ഒരു പേഗൻ ദൈവത്തിൻ്റെ പ്രതിമ തകർക്കാൻ അമോണീസ് അവനെ വിളിച്ചപ്പോൾ അവൻ അവിടേക്ക് പാഞ്ഞെടുത്ത് ആ പ്രതിമയിൽ മഴ കൊണ്ട് ആഞ്ഞു വെട്ടി. എന്തെന്നില്ലാത്ത ആരോടെന്നില്ലാത്തൊരു പക അവൻ്റെ മനസ്സിൽ ഉരുണ്ടു കൂടിയിട്ടുണ്ടായിരുന്നു. ആ അടങ്ങാത്ത പകയുമായി അവൻ അന്ന് രാത്രി പോകുന്നത് ബിബ്ലിയോടെക്കയുടെ തകർച്ചയിൽ നെഞ്ചു പിടഞ്ഞിരിക്കുന്ന ഹൈപ്പേഷ്യയ്ക്കടുത്തേക്കാണ്. കയ്യിൽ അവനൊരു കഠാരയും കരുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഭയന്ന് നിന്ന ഹൈപ്പേഷ്യയെ അവൻ കടന്നു പിടിച്ച് ചുംബിച്ചു. പക്ഷെ എന്തുകൊണ്ടോ അവൻ ആ പ്രവൃത്തി തുടരാൻ കഴിഞ്ഞില്ല. ഒരു മൃഗത്തെപ്പോലെ ആ മുറിയിലേക്ക് കടന്നു വന്ന ദേവസ് ഹൈപ്പേഷ്യയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അതിനുശേഷം അവൻ അവളുടെ കാലിൽ വീണ് താൻ കൊണ്ടുവന്ന കഠാര അവളുടെ കയ്യിൽ കൊടുത്തു. താൻ ചെയ്ത തെറ്റിന് തന്നെ ശിക്ഷിച്ചു കൊള്ളാൻ അവൻ ഹൈപ്പേഷ്യയോട് പറഞ്ഞെങ്കിലും ഹൈപ്പേഷ്യ അത് ചെയ്തില്ല. പകരം അവൾ അവൻ്റെ കഴുത്തുപട്ട അഴിച്ചെടുത്തു. നീ സ്വതന്ത്രനായിരിക്കുന്നു, ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളൂ എന്നാണ് ഹൈപ്പേഷ്യ അവനോട് പറഞ്ഞത്. അങ്ങനെ പിന്നെയും ഒരുപാട് നാളുകൾ കടന്നുപോയി. ക്രൈസ്തവരോട് പേഗനുകൾ പരാജയപ്പെട്ടതുകൊണ്ടും
ചക്രവർത്തി ഒരു ക്രിസ്തുമത വിശ്വാസി ആയിരുന്നതുകൊണ്ടും ആ നഗരം ക്രൈസ്തവരുടെ അധീനതയിലായി. അവരവിടെ പുതിയ നിയമങ്ങൾ നിർമ്മിച്ചു. പേഗനുകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചു. ക്രൈസ്തവർക്കും യഹൂദർക്കും മാത്രമേ ഇപ്പോൾ ആ നഗരത്തിൽ തങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കാൻ അവകാശമുള്ളൂ. അവരല്ലാതെ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും ദൈവത്തെ ആരാധിച്ചാൽ അവർക്ക് മരണശിക്ഷയാണ് വിധിക്കപ്പെട്ടത്. ഇത്തരം കടുത്ത നിയമങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ശേഷിച്ച ഭൂരിഭാഗം പേഗന്മാരും ക്രിസ്തുമതം സ്വീകരിച്ചു. ബിബ്ലിയോടെക്ക ഇപ്പോൾ ക്രൈസ്തവരുടെ ആരാധനാലയമാണ്. ക്രിസ്തുമതത്തിനെതിരായ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പരാബൊലാനി എന്ന ക്രൈസ്തവ യുവാക്കളുടെ ഒരു സംഘം ആ നഗരത്തിലാകെ റൗന്ത് ചുറ്റി. അമോണിയസ് ആണ് അവർക്ക് നേതൃത്വം കൊടുത്തത്. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. ബിബ്ലിയോടെക്ക തകർന്നുവെങ്കിലും അവിടെ പഠിച്ച ഹൈപ്പേഷ്യയുടെ വിദ്യാർത്ഥികളെല്ലാം ഇന്ന് സമൂഹത്തിൽ ഉന്നത പദവികൾ വഹിക്കുന്നു. അവയിൽ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ച ഒറസ്റ്റസ് ചക്രവർത്തിയുടെ പ്രീഫെക്റ്റായി. ആ നഗരത്തിൻ്റെ ഭരണ ചുമതല ചക്രവർത്തി അയാളെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ക്രൈസ്തവരുടെ ബിഷപ്പ് കാലം ചെയ്തു. പുതിയ ബിഷപ്പായി ചുമതലയേറ്റത് സിറിൽ എന്ന യുവ പുരോഹിതനാണ്. അയാൾ ബിഷപ്പായതോടെ അതുവരെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന ആ നഗരത്തിലെ സ്ഥിതിഗതികൾ വീണ്ടും തകിടമറിഞ്ഞു. നഗരത്തിൽ പേഗന്മാരില്ലാതായതോടെ ക്രൈസ്തവർ യഹൂദർക്കെതിരെ തിരിഞ്ഞു. അന്നൊരു ശാബത്ത് ദിവസം സിറിലിന്റെ നിർദ്ദേശപ്രകാരം അമോണിയസും ദേവസും ഉൾപ്പെടുന്ന പരാബൊലാനി സംഘം യഹൂദരുടെ നാടകശാലയിലേക്ക് കയറി അവിടെ കലാപരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരുന്ന യഹൂദരെ കല്ലെറിഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു. യഹൂദർ പരാതിയുമായി പോകുന്നത് പ്രീഫെക്റ്റായ ഒറസ്റ്റീസിനടുത്തേക്കാണ്. ശാബത്ത് ദിവസമായതുകൊണ്ട് തങ്ങൾ തിരിച്ചാക്രമിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ് പരാബൊലാനികൾ തങ്ങളെ ആക്രമിച്ചത് എന്ന് യഹൂദർ വാദിച്ചപ്പോൾ, ശാബത്ത് ദിവസം നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തിൽ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ബിഷപ്പ് സിറിൽ മറുപടി കൊടുത്തത്. ക്രിസ്ത്യാനിയായ ഒറസ്റ്റസ് ബിഷപ്പിന്റെ പക്ഷമാണെന്നും തങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കി യഹൂദർ ആ സഭ വിട്ട് പുറത്തേക്ക് പോയി. പ്രീഫെക്റ്റ് ആയിരുന്നുവെങ്കിലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒറസ്റ്റസിനുണ്ടായിരുന്നില്ല. അയാളും മതത്തിന്റെ ചങ്ങലകളാൽ ബന്ധിതനായിരുന്നു. എന്നാലും അപ്പോഴും ഹൈപ്പേഷ്യയോടുള്ള സ്നേഹം അയാളുടെ മനസ്സിൽ നിന്ന് പോയിരുന്നില്ല. എങ്കിലും അവളെ അത് വീണ്ടും അറിയിക്കാൻ അയാൾ മുതിർന്നതുമില്ല. അവരിപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഹൈപ്പേഷ്യയാകട്ടെ ഇപ്പോഴും തൻ്റെ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗണിതവും തത്വചിന്തയും പ്രപഞ്ചവും അതിലെ ചലനങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോഴും അവളുടെ മനസ്സിൽ. അതിൻ്റെ ഭാഗമായാണ് അവൾ ഒറസ്റ്റസിനൊപ്പം ആ കടൽ യാത്രയ്ക്ക് പോയത്. വളരെ വേഗത്തിൽ കടലിലൂടെ നീങ്ങുന്ന കപ്പലിൻ്റെ പായ് മരത്തിൽ നിന്ന് മണൽ നിറച്ചൊരു സഞ്ചി താഴേക്കിടാൻ ഹൈപ്പേഷ്യ തൻ്റെ അടിമയായ അസ്പേഷ്യസിനോട് ആവശ്യപ്പെട്ടു. കപ്പൽ നീങ്ങുന്നതുകൊണ്ട് തന്നെ ആ സഞ്ചി കുറച്ച് പിന്നിലേക്ക് മാറിയാണ് വീഴേണ്ടത്. എന്നാൽ ആ സഞ്ചി വീണതാകട്ടെ ആ പായ്മരത്തിന് ചുവട്ടിൽ തന്നെയാണ്. തൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാണ് എന്ന് ഹൈപ്പേഷ്യയ്ക്ക് മനസ്സിലായി. അതായത് കപ്പൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്ന് മണൽ നിറച്ച ആ സഞ്ചിക്കറിയില്ല. അതുകൊണ്ടാണ് അത് നേരെ താഴേക്ക് പതിച്ചത്. അതുപോലെ തന്നെ ഭൂമിയുടെ ചലനവും നമുക്കറിയാൻ കഴിയാത്തതാണ്. ഭൂമിക്ക് ചലനമുണ്ട് എങ്കിലും അതിനനുസരിച്ച് ഭൂമിയിലുള്ള വസ്തുക്കൾ പെരുമാറണമെന്നില്ല. അരിസ്റ്റാർക്കസിന്റെ സൗരകേന്ദ്ര സിദ്ധാന്തം ശരിയാവാനുള്ള സാധ്യതയ്ക്ക് ആ പരീക്ഷണം കൂടുതൽ ബലം പകർന്നു. വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അടിമ ചോദിച്ചൊരു ചോദ്യം, നീ ഇപ്പോഴും അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നടക്കുകയാണോ എന്നാണ് ഒറസ്റ്റസ് അവളോട് ചോദിച്ചത്. പ്രീഫെക്റ്റ് ആകുന്നതിന് മുൻപ് നിനക്കും ഇതിലൊക്കെ കൗതുകമുണ്ടായിരുന്നല്ലോ എന്ന് ഹൈപ്പേഷ്യ ചോദിച്ചപ്പോൾ, അന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഞാൻ മാറ്റി ചിന്തിച്ചു തുടങ്ങിയെന്നാണ് ഒറസ്റ്റസ് മറുപടി പറഞ്ഞത്. ഇതേസമയം മറ്റൊരിടത്ത് പരാബൊലാനികൾ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ തർക്കം മൂത്തപ്പോൾ അവരാ സംശയം ദേവസിനോടാണ് ചോദിച്ചത്. അതിനുത്തരം അറിയാമായിരുന്നുവെങ്കിലും അതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയൂ എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. ഹൈപ്പേഷ്യയാകട്ടെ ആ രാത്രിയിലും ഉറങ്ങിയിരുന്നില്ല. അരിസ്റ്റാർക്കസിന്റെ സിദ്ധാന്തം ശരിയാണ് എന്നൊരു നിഗമനത്തിലേക്ക് അവൾ എത്തിയെങ്കിലും ഒരു ചോദ്യം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഭൂമി വൃത്താകൃതിയിൽ സൂര്യനെ ചുറ്റുകയാണെങ്കിൽ വേനൽക്കാലത്ത് സൂര്യന്റെ വലിപ്പം വർദ്ധിക്കുകയും തണുപ്പ് കാലത്ത് കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വൃത്താകാരമായ പാതയിൽ ഭൂമി സൂര്യനെ ചുറ്റുകയാണെങ്കിൽ എപ്പോഴും സൂര്യൻ ഒരേ വലിപ്പമായിരിക്കേണ്ടതല്ലേ? അസ്പേഷ്യസിനോടാണ് അവൾ ആ ചോദ്യം ചോദിച്ചത്. തൻ്റെ അടിമയായിരുന്നുവെങ്കിലും ഒരടിമയോടെന്ന രീതിയിലായിരുന്നില്ല ഹൈപ്പേഷ്യ അയാളോട് ഇടപെട്ടത്. ഒരു മൂത്ത സഹോദരനോടെന്ന പോലെയാണ് അവൾ തൻ്റെ സംശയങ്ങൾ പലതും അയാളോട് ചോദിച്ചത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നഗരത്തിൽ നിന്ന് വലിയ നിലവിളികൾ കേൾക്കുന്നത്. ഇതേ സമയം തന്നെ ബിബ്ലിയോടെക്കയുടെ മുന്നിൽ വിശ്രമിച്ചിരുന്ന പരാബൊലാനികളും ആ ശബ്ദം കേട്ടിരുന്നു. എവിടെയോ തീ പിടിച്ചു എന്ന് കരുതി വെള്ളവുമായി
അവരാ ശബ്ദം കേട്ട ആ പഴയ ദേവാലയത്തിനടുത്തേക്കെത്തി. എന്നാൽ അവിടെ തീയും ഉണ്ടായിരുന്നില്ല, നിലവിളിച്ച സ്ത്രീകളും ഉണ്ടായിരുന്നില്ല. അത് യഹൂദരുടെ കെണിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. പരാബലാനികളെ ആ ദേവാലയത്തിനുള്ളിൽ പൂട്ടിയിട്ട് യഹൂദർ മുകളിൽ നിന്ന് അവരെ കല്ലെറിയാൻ തുടങ്ങി. കല്ലേറുകൊണ്ട് അവരിൽ പലരും മരിച്ചു വീണു. രക്ഷപ്പെടാൻ നോക്കിയ ക്രൈസ്തവരുടെ തലയിൽ അവർ വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടിട്ടു. ദേവസുടനെ തന്നെ അവിടുത്തെ അൾത്താരയ്ക്ക് പിന്നിൽ ഒളിച്ചുവെങ്കിലും തൻ്റെ കൂടെയുള്ളവരെ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് ആ പള്ളിയിലേക്ക് ഓടിക്കയറിയ ഭൂരിഭാഗം പരാബോലാനികളും യഹൂദരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആ മനുഷ്യർ മരിച്ചു കിടക്കുന്നത് കണ്ട് ബിഷപ്പ് സിറിൽ തൻ്റെ അനുയായികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ നമ്മോടിത് ചെയ്തതിൽ അത്ഭുതമില്ല. അവർ ദൈവപുത്രനോടും ഇത് തന്നെയാണ് ചെയ്തത്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കരുത്, അവരുടെ ഘാതകരെ ഓർത്ത് കണ്ണീരൊഴുക്കൂ. കാരണം നമ്മുടെ ദൈവം അവരോട് ഒരിക്കലും പൊറുക്കുകയില്ല. അവരെല്ലാ കാലവും ശപിക്കപ്പെട്ടവരും ബഹിഷ്കൃതരുമായിരിക്കും. എന്നാൽ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുവെങ്കിലും നഗരത്തിലെ യഹൂദരോട് പ്രതികാരം ചെയ്യാൻ തന്നെയായിരുന്നു സിറിലിൻ്റെ പദ്ധതി. പിന്നീട് ആ നഗരത്തിൽ നടന്നത് കൂട്ടക്കുരുതിയാണ്. പരാബോലാനികൾ നഗരത്തിലാകെ അക്രമം അഴിച്ചുവിട്ടു. കണ്ണിൽ കണ്ട യഹൂദരെയും അവരുടെ കുടുംബങ്ങളെയും അവർ നിഷ്കരുണം വെട്ടിനുറുക്കി. അവരുടെ സ്വത്തുക്കൾ നശിപ്പിച്ചു. അങ്ങനെ കൊല്ലപ്പെട്ട യഹൂദരെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോഴാണ് ദേവസാമോണീസിനോട് ചോദിക്കുന്നത്: നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ? മുൻപ് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ആരോടും ക്ഷമിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും കുരിശിൽ കിടന്ന് യഹൂദരോട് ക്ഷമിച്ചില്ലേ? നമ്മളും ക്ഷമിക്കാൻ പഠിക്കേണ്ടതല്ലേ? യേശു ദൈവമായിരുന്നു, നമ്മളൊക്കെ മനുഷ്യരല്ലേ? ആ കല്ലേറ് കൊണ്ടിട്ടും നമ്മൾ മരിക്കാത്തത് എന്തുകൊണ്ടാണ്? നാം ഇന്ന് ചെയ്യുന്നതൊക്കെ ചെയ്യാൻ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ടായിരുന്നു. അമോണീസിൻ്റെ ഈ മറുപടി കേട്ട് ദേവസ്വം മറുത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒടുവിൽ പരാബോലാനികളുടെ ക്രൂരതകൾ കണ്ടു നിൽക്കാനാവാതെ ഹൈപ്പീഷ്യ ഒറസ്റ്റസിൻ്റെ സഭയിലേക്കെത്തി. ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾക്ക് ആജ്ഞ കൊടുത്ത ആ ബിഷപ്പിനെ എന്തുകൊണ്ടാണ് തുറങ്കിലടയ്ക്കാത്തത് എന്ന് ഹൈപ്പീഷ്യ ഒറസ്റ്റസിനോട് ചോദിച്ചു. പക്ഷേ അയാൾക്കതിന് കഴിയുമായിരുന്നില്ല. ഒരു ക്രൈസ്തവൻ കൂടിയായ ഒറസ്റ്റസ് ബിഷപ്പിനെതിരെ നടപടിയെടുത്താൽ അത് ചക്രവർത്തിയെ പിണക്കുമെന്ന് മാത്രമല്ല, നഗരത്തിലെ ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവർ ഒറസ്റ്റസിനും അയാളുടെ സഭയ്ക്കുമെതിരെ തിരിയും. അതുകൊണ്ട് തന്നെ നഗരത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ കണ്ണടക്കിയല്ലാതെ ഒറസ്റ്റസിന് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഇനിയും ഇത് തുടർന്നാൽ ഈ ഭരണകൂടത്തിന് ഭരിക്കാൻ ഈ നഗരത്തിൽ മനുഷ്യരുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഹൈപ്പീഷ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവർ പറഞ്ഞത് ശരിയായിരുന്നു. ഇനിയും ആ നഗരത്തിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി ശേഷിച്ച യഹൂദർ ആ നഗരത്തിൽ നിന്ന് പലായനം ചെയ്തു. ഈ സാഹചര്യത്തിലാണ് സൈനീഷ്യസ് ആ നഗരത്തിലേക്ക് മടങ്ങി വരുന്നത്. അയാളിപ്പോൾ സൈറീൻ നഗരത്തിലെ ബിഷപ്പാണ്. വന്നപാടെ അയാൾ പോകുന്നത് ഹൈപ്പീഷ്യക്കടുത്തേക്ക് തന്നെയാണ്. ബിബ്ലിയോട്ടൊക്കെ തകർന്നപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നതെല്ലാം ഇപ്പോഴും അവർ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നത് സൈനീഷ്യസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അക്കൂട്ടത്തിൽ ഒരു അപ്പലോനിയൻ കോണുമുണ്ടായിരുന്നു. വൃത്തം, ദീർഘവൃത്തം, പരാബോള, ഹൈപ്പർബോള തുടങ്ങിയ ആകൃതികൾ ഉൾക്കൊള്ളുന്ന ഒരു ജാമിതീയ രൂപമാണ് അപ്പലോണിയൻ കോൺ. ഇതെല്ലാം കണ്ടപ്പോൾ തൻ്റെ പഴയ പഠനകാലമാണ് സൈനീഷ്യസ് ഓർത്തെടുത്തത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ഒറസ്റ്റസും എത്തി. തൻ്റെ പഴയ സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഒറസ്റ്റസ് അയാളെ കെട്ടിപ്പിടിച്ചു. സൈനീഷ്യസ് അവിടേക്ക് വന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു. ക്രൈസ്തവരും യഹൂദരും തമ്മിലുള്ള പ്രശ്നത്തിൽ തനിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യം ബിഷപ്പ് സിറിലുമായി സംസാരിച്ച് പ്രശ്നത്തിന് ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ തന്നെ പരിഹാരം കാണുവാൻ വേണ്ടി ഒറസ്റ്റസ് തന്നെയാണ് അയാളെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷെ ഇത്തരം നീക്കങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്ന കൂർമ്മ ബുദ്ധിക്കാരനാണ് സിറിലെന്ന് സൈനീഷ്യസിന് അറിയാമായിരുന്നു. എങ്കിലും ശ്രമിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് യഹൂദരുമായുള്ള വിഷയം ഒറസ്റ്റസ് തൻ്റെ സഭയിൽ ചർച്ചയാക്കി. എങ്കിലും ആ സഭയും സിറിലിൻ്റെ പക്ഷത്താണ് നിന്നത്. യഹൂദരും ശേഷിക്കുന്ന പേഗന്മാരും മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവരാവട്ടെ എന്നാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നൊരു സഭാംഗം പറഞ്ഞത്. സഭയിലെ ഭൂരിഭാഗം ആളുകൾക്കും ആ അഭിപ്രായം തന്നെയായിരുന്നു. അതോടെ ഇതെല്ലാം കേട്ട് നിന്ന ഹൈപ്പീഷ്യ അവിടേക്ക് വന്ന് ആ അഭിപ്രായത്തെ എതിർത്തു. ഇതിനു മുൻപുള്ളതോ ഇപ്പോഴുള്ളതോ ആയ മറ്റേത് ദൈവത്തെ പോലെയും നിങ്ങളുടെ ദൈവവും നിലനിൽക്കുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ ദൈവത്തെ സ്വീകരിക്കാൻ നിങ്ങൾ ബാക്കിയുള്ളവരെ നിർബന്ധിക്കുന്നത്? ഹൈപ്പീഷ്യ ഇത് ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോലെ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തൊരു സ്ത്രീയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ ആവശ്യമില്ല എന്നാണ് ആ സഭാംഗം അവളോട് പറഞ്ഞത്. താൻ വിശ്വസിക്കുന്ന തത്വങ്ങളിലും ശാസ്ത്രത്തിലുമാണ് എന്ന് ഹൈപ്പീഷ്യ പറഞ്ഞപ്പോൾ
ഇതുപോലെയുള്ള സമയങ്ങളിൽ വിശ്വസിക്കേണ്ടത് അവയിലൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അയാളും ആ സഭയും അവരെ പരിഹസിച്ചു. അന്ന് രാത്രി ഹൈപ്പീഷ്യയെ ആശ്വസിപ്പിക്കാനായി ഒറസ്റ്റസ് അവരുടെ വീട്ടിലേക്കെത്തി. എങ്കിലും ആ പരിഹാസങ്ങളൊന്നും അവളെ ബാധിച്ചിരുന്നേയില്ല. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ശാസ്ത്രത്തിനും പഠനത്തിനും വേണ്ടിയാണ് മാറ്റിവെച്ചത്. എന്തിനതിനിടയ്ക്ക് എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ അതിൻ്റെ പേരിലുള്ള പരിഹാസങ്ങൾ എന്നെ ബാധിക്കുന്നതല്ല. എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരം കിട്ടിയാൽ ഞാൻ സന്തോഷത്തോടെ മരിച്ചുകൊള്ളാം. ഇത് പറഞ്ഞ ശേഷം പിന്നെയും അവൾ ഭൂമിയുടെ ചലനത്തെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. പലയാവർത്തി ചോദിച്ചിട്ടുള്ള ആ കാര്യം വീണ്ടും ഒറസ്റ്റസ് അവളോട് ചോദിച്ചു. എന്തിനാണ് ഇത്ര ഭ്രാന്തമായി നീ ഈ ഉത്തരങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? ഭൂമി ചിലപ്പോൾ ചലിക്കുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. പക്ഷെ അതറിഞ്ഞിട്ട് നമുക്കെന്ത് കാര്യം? നീ നമ്മുടെ ചുറ്റിലും നോക്കൂ. യുദ്ധങ്ങൾ, ഭീകരതകൾ, കൂട്ടക്കുരുതികൾ, സർവനാശമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉത്തമമായ വൃത്താകൃതിയിൽ ചലിക്കുന്നുണ്ടാവാം. പക്ഷെ അതറിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഒറസ്റ്റസ് ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത ഹൈപ്പീഷ്യയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരുപക്ഷെ ഭൂമി വൃത്താകൃതിയിലല്ല ചുറ്റുന്നതെങ്കിലോ? അവൾ വേഗം തൻ്റെ പുസ്തകങ്ങൾക്കടുത്തേക്ക് ഓടി. അവയിലെല്ലാം വൃത്തമെന്ന ഒറ്റ ആകൃതിയെക്കുറിച്ചേ പറയുന്നുള്ളൂ. അരിസ്റ്റാർക്കസ്, ഹിപ്പാർക്കസ്, ടോളമി ഇവരെല്ലാവരും വൃത്താകൃതിയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ സിദ്ധാന്തങ്ങൾ പൂർണ്ണമല്ലാത്തത്. ആ സിദ്ധാന്തങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയാത്തത്. ഒരുപക്ഷെ അത് മറ്റേതെങ്കിലും ആകൃതിയാണെങ്കിലോ? ഇത് പറഞ്ഞ് ഹൈപ്പീഷ്യ വീണ്ടും തൻ്റെ പഠനങ്ങളിൽ മുഴുകി. തനിക്കെതിരെ ഒറസ്റ്റസിൻ്റെ സഭയിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഹൈപ്പീഷ്യയുടേതാണ് എന്ന് സിറിൽ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കുർബാനയിൽ വേദപുസ്തകം തുറന്നുവെച്ച് അയാൾ വായിച്ചത് ഈ വചനമാണ്. ആവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തി സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടി പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഈ വചനം വായിച്ച ശേഷം അയാൾ ഒറസ്റ്റസിന് നേരെ തിരിഞ്ഞു. ഇവിടെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഭരണകാര്യങ്ങൾ പോലും നിർവഹിക്കുന്ന ചിലരുണ്ട്. ദൈവമില്ല എന്ന് പരസ്യമായി പറഞ്ഞൊരു സ്ത്രീയുടെ വാക്ക്, ഹൈപ്പേഷ്യ എന്ന മന്ത്രവാദിനിയുടെ വാക്ക്. അന്നാണ് ഹൈപ്പേഷ്യയ്ക്ക് മേൽ മന്ത്രവാദിനി എന്ന പേര് ആദ്യമായി ചുമത്തപ്പെടുന്നത്. അതിനുശേഷം സിറിൽ വേദപുസ്തകവുമായി വന്ന് ജീവനുള്ള ദൈവത്തോട് വിധേയരായിരിക്കുന്നവർ അവൻ്റെ വചനത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുവാൻ ഒറസ്റ്റസിനോടും മറ്റ് സഭാംഗങ്ങളോടും ആരാഞ്ഞു. എല്ലാവരും അവിടെ മുട്ടുകുത്തി നിന്നുവെങ്കിലും ഒറസ്റ്റസ് അതിന് തയ്യാറായില്ല. അയാൾ മുട്ടുമടക്കാതിരുന്നത് വേദപുസ്തകത്തിന് മുന്നിലായിരുന്നില്ല, സിറിലിൻ്റെ ധാർഷ്ട്യത്തിന് മുന്നിലായിരുന്നു. മുട്ടുകുത്താതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒറസ്റ്റസിനെ പരാബോലാനികൾ തടഞ്ഞു. ഞാനും നിങ്ങളിൽ ഒരുവനാണ്, ഒരു ക്രൈസ്തവനാണ്. ഒറസ്റ്റസ് ഇതെല്ലാം പറഞ്ഞുവെങ്കിലും അമോണീസ് എറിഞ്ഞ് കല്ല് പതിച്ചത് അയാളുടെ നെറ്റിയിൽ തന്നെയാണ്. ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഒറസ്റ്റസിനടുത്തേക്ക് പോകണമെന്ന് ഹൈപ്പീഷ്യ പറഞ്ഞുവെങ്കിലും വീടിന് പുറത്തേക്ക് ഒരു കാരണവശാലും ഇറങ്ങരുത് എന്ന് ഹൈപ്പീഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകാനായിരുന്നു ഒറസ്റ്റസ് ആ ദൂതനെ അവിടേക്ക് അയച്ചത്. ബിഷപ്പ് സിറിൽ നിങ്ങളെ നിരീശ്വരവാദി എന്നും മന്ത്രവാദിനി എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങരുത്, അത് അപകടമാണ്. ഇതേ സമയം തന്നെ പ്രീഫെക്റ്റിനെ കല്ലെറിഞ്ഞ അമോണീസിന് കിട്ടിയത് മരണശിക്ഷയായിരുന്നു. അന്നേ ദിവസം തന്നെ അയാൾ വധിക്കപ്പെട്ടു. തൻ്റെ അനുയായികളിൽ ഒരാൾ കൊല്ലപ്പെട്ടത് വീണ്ടും ബിഷപ്പ് സിറിലിനെ ചൊടിപ്പിച്ചു. അങ്ങനെ അക്കാര്യങ്ങൾ സംസാരിക്കാൻ സൈനീഷ്യസ് വീണ്ടും ഒറസ്റ്റസിനടുത്തേക്കെത്തി. അവൻ എന്നെയും എൻ്റെ നഗരത്തെയും നശിപ്പിക്കാൻ വന്ന വിഷസർപ്പമാണ്. അവനെ ഇല്ലാതാക്കാൻ എന്നെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങിക്കൊള്ളൂ എന്നാണ് ഒറസ്റ്റസ് സൈനീഷ്യസിനോട് പറഞ്ഞത്. അതിനുള്ള മാർഗങ്ങൾ പലതും സൈനീഷ്യസിന് മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ ചോദിച്ചത് ഒറ്റ ചോദ്യമാണ്: എന്തുകൊണ്ട് നീ ആ വേദപുസ്തകത്തിന് മുന്നിൽ മുട്ടുകുത്തിയില്ല? അവൻ എന്നെ തോൽപ്പിക്കാൻ ഹൈപ്പേഷ്യയെ ബലിയാടാക്കുകയാണ്. അവൻ്റെ മുന്നിൽ ഞാൻ മുട്ടുമടക്കണമായിരുന്നോ? എൻ്റെ ഹൈപ്പേഷ്യയെ ഞാൻ കുറ്റക്കാരിയാക്കണമായിരുന്നോ? ഒറസ്റ്റസ് ഇത് ചോദിച്ചപ്പോൾ സൈനീഷ്യസ് വീണ്ടും അയാളെ തടഞ്ഞു. നീയും മറ്റുള്ളവരെ പോലെ പദവിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണോ നമ്മുടെ ദൈവത്തെ സ്വീകരിച്ചത്? ആര് വായിച്ചുവെങ്കിലും ആ വചനം എഴുതപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ വചനം. ദൈവത്തെയാണ് നീ അത്രയും പേർക്ക് മുന്നിൽ നിന്ദിച്ചത്. എന്തിനു വേണ്ടി? ഒരു സ്ത്രീക്ക് വേണ്ടിയോ?
സൈനീഷ്യസ് ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രമാത്രമായിരുന്നു: നിനക്കാരാണ് വലുത്, ദൈവമോ ഹൈപ്പേഷ്യയോ? സൈനീഷ്യസിൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഒറസ്റ്റസ് വിങ്ങിപ്പൊട്ടി. നീ ദൈവത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ നിമിഷം എൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്ന വിധേയത്വം അദ്ദേഹത്തെ അറിയിക്കാൻ സൈനീഷ്യസ് ആവശ്യപ്പെട്ടു. ഒടുവിൽ നിസ്സഹായനായി ഒറസ്റ്റസ് അയാൾക്ക് മുന്നിൽ മുട്ടുകുത്തി. ഇതേസമയം തന്നെ പരാബലാനികൾ ഒറസ്റ്റസിനെ തകർക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ഒറസ്റ്റസ് ഒരു പ്രീഫെക്റ്റാണ്. അയാളുടെ വലിയ സൈന്യത്തെ മറികടന്ന് അയാളിലേക്ക് എത്താൻ തങ്ങൾക്ക് കഴിയില്ല. പക്ഷെ അവനെ അതിലുമേറെ വേദനിപ്പിക്കുന്ന മറ്റൊരു മാർഗമുണ്ടല്ലോ, അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരുവൾ. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ഹൈപ്പേഷ്യ തൻ്റെ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാപണ്ഡിതർക്ക് പോലും പിടികൊടുക്കാതെ വൃത്തമെന്ന പുകമഞ്ഞിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന നിഗൂഢമായ ആകൃതിയെക്കുറിച്ചാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചിന്തിച്ചൊടുവിൽ അവളുടെ കണ്ണ് പതിക്കുന്നത് ആ അപ്പലോണിയൻ കോണിലാണ്. അതിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായി ഇളക്കി മാറ്റിയപ്പോൾ ആ ആകൃതി അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. അവൾ ആ ആകൃതി അവിടെ ഉണ്ടായിരുന്ന മണലിൽ അസ്പേഷ്യസിനെ വരച്ചു കാണിച്ചു. ദീർഘവൃത്താകൃതിയിലാണ് ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് സൂര്യൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതും തണുപ്പ് കാലത്ത് വലിപ്പം കുറയുന്നതും. താൻ ഇത്രയും നാൾ തേടിയലഞ്ഞ ഉത്തരം കിട്ടിയപ്പോൾ ഹൈപ്പേഷ്യ അസ്പേഷ്യസിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ സന്തോഷം അറിയിക്കാൻ പിറ്റേന്ന് അവൾ ഒറസ്റ്റസിനടുത്തേക്കെത്തി. അപ്പോഴയാൾക്കൊപ്പം സൈനീഷ്യസും ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ സന്തോഷമെല്ലാം കെടുത്തുന്നൊരു കാര്യമാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. ഒറസ്റ്റസിൻ്റെ സഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെ അയാളോട് അടുപ്പമുള്ള എല്ലാവരും പരസ്യമായി മാമോദിസ സ്വീകരിച്ച് ദൈവത്തോടുള്ള വിധേയത്വം അറിയിക്കാൻ പോവുകയാണ്. അക്കൂട്ടത്തിൽ ഹൈപ്പേഷ്യയും മാമോദിസ സ്വീകരിക്കണമെന്നാണ് അവർ അവളോട് പറഞ്ഞത്. എന്നാൽ ഹൈപ്പേഷ്യ അതിന് തയ്യാറായില്ല. ഞാൻ എന്തിൽ വിശ്വസിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഞാൻ ഇതുവരെ വിശ്വസിച്ചതെന്തോ അതിൽ തന്നെ എനിക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞ് ഹൈപ്പേഷ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒറസ്റ്റസ് അവൾക്ക് പിന്നാലെ ചെന്ന് അവളോട് അപേക്ഷിച്ചു. കാരണം അവൾ ക്രിസ്തുമതം സ്വീകരിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറസ്റ്റസ് അവളോട് കരഞ്ഞപേക്ഷിച്ചു. നീ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പോലും നിന്നെ സംരക്ഷിക്കാനാവില്ല. നീയില്ലാതെ എനിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? നീയില്ലാതെ എങ്ങനെയാണ് എനിക്ക് സിറിലിനെ പരാജയപ്പെടുത്താൻ കഴിയുക? ഇത് കേട്ട് സിറിൽ എപ്പോഴേ വിജയിച്ചു കഴിഞ്ഞുവെന്നാണ് ഹൈപ്പേഷ്യ അയാളോട് തിരിച്ചു ചോദിച്ചത്. അതിനുശേഷം അയാളെ ആശ്വസിപ്പിച്ച് ഹൈപ്പേഷ്യ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. തനിക്ക് കാവലേർപ്പാടാക്കിയ പട്ടാളക്കാരോട് തനിക്കൊപ്പം വരണ്ട എന്ന് പറഞ്ഞ് ഹൈപ്പേഷ്യ ആ തെരുവിലേക്ക് ഇറങ്ങി നടന്നു. ഇതേസമയം ഹൈപ്പേഷ്യയെ കൊല്ലാനാണ് പരാബലാനികൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ വിവരം പറയാൻ ദേവസ് ഹൈപ്പേഷ്യക്കടുത്തേക്ക് ഓടിയെങ്കിലും അയാൾക്കു മുന്നേ പരാബലാനികൾ ഹൈപ്പേഷ്യക്കടുത്തേക്ക് എത്തിയിരുന്നു. ഹൈപ്പേഷ്യയെ പിടികൂടി കൊണ്ടുപോകുന്ന പരാബലാനികൾക്കൊപ്പം ദേവസ്വം നടന്നു. തെരുവിലൂടെ അവളെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ പാവിയെന്നും വേശിയെന്നും മന്ത്രവാദിനിയെന്നും അവർ ഉറക്കെ അലർന്നുണ്ടായിരുന്നു. അവരവളെ വിചാരണയ്ക്കായി കൊണ്ടുപോകുന്നത് ബിബ്ലിയോടെക്കയിലേക്ക് തന്നെയാണ്. അങ്ങനെ ഒരിക്കൽ കൂടി ആ കോട്ടവാതിലുകൾ ഹൈപ്പേഷ്യയ്ക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. അങ്ങനെ അവരവളെ ആ അൾത്താരയ്ക്ക് മുന്നിൽ എത്തിച്ച് അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. പുറം കൈകൊണ്ട് അവളുടെ മുഖത്തടിച്ചിട്ടും അവൾ കരഞ്ഞില്ല. നമ്മൾ ജീവനോടെ ഇവളുടെ തൊലി ഉരിയുമ്പോൾ ഇവൾ കരഞ്ഞുകൊള്ളുമെന്നാണ് അക്കൂട്ടത്തിലുണ്ടായിരുന്നൊരുവൻ പറഞ്ഞത്. മറ്റൊരുവൻ പറഞ്ഞത് ഇവളുടെ രക്തം പുരണ്ട് നമ്മുടെ കൈകൾ അശുദ്ധമാകുമെന്നാണ്. മന്ത്രവാദിനികളെ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടത് എന്നാണ്. ഇതെല്ലാം നിസ്സഹായനായി ദേവസ് അവിടെ കേട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒടുവിൽ പരാബലാനികൾ കല്ലെടുക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ താൻ ഇവൾ രക്ഷപ്പെടാതെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ദേവസ് ഹൈപ്പേഷ്യക്കടുത്ത് തന്നെ നിന്നു. ആ ക്രൂരന്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ദേവസിനെ പോലെ ഹൈപ്പേഷ്യയ്ക്കും അറിയാമായിരുന്നു. അങ്ങനെ ഒടുവിൽ അവസാനമായി ഒരു അനുവാദം കൂടി ഹൈപ്പേഷ്യ തൻ്റെ അടിമയ്ക്ക് നൽകി. നിറ കണ്ണുകളോടെ ദേവസ് ഹൈപ്പേഷ്യയെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം അവനവളുടെ മുഖത്ത് കൈയമർത്തി അവളെ ശ്വാസം മുട്ടിച്ചു. അവർ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലും മുന്നേ തന്നെ ഇവിടെ നിന്നേക്കുമായി രക്ഷിക്കാനായിരുന്നു അവൾ ദേവസിന് അനുവാദം കൊടുത്തത്. പതിയെ തൻ്റെ മുറുക്കി പിടിച്ച കരങ്ങളിൽ ഹൈപ്പേഷ്യയുടെ പിടച്ചിൽ നിലയ്ക്കുന്നത് ദേവസ് വേദനയോടെ തിരിച്ചറിഞ്ഞു. കല്ലുകളുമായി പരാബോലാനികൾ മടങ്ങിയെത്തിയപ്പോഴേക്കും ഹൈപ്പേഷ്യ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇവൾ പേടിച്ചു മയങ്ങി വീണുവെന്ന് പറഞ്ഞ് ദേവസ് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞുവെന്ന് തിരിച്ചറിയാതെ പരാബോലാനികൾ അവളുടെ ചേതനയേറ്റ ശരീരത്തിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞു. അപ്പോഴും അവർ മന്ത്രവാദിനി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു.